നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരാജയത്തെ വലിയൊരു തിരിച്ചടിയായാണ് കാണുന്നതെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പരാജയത്തിൽ കൃത്യമായി പരിശോധന നടത്തുമെന്നും ഏതെല്ലാം കാര്യങ്ങളിലാണ് തിരുത്തൽ വരുത്തേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യും. ഇത്ര വലിയൊരു തരംഗത്തിലും പാലക്കാട് LDF വോട്ടുകളിൽ ചോർച്ച ഉണ്ടായില്ലെന്നും കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചെന്നും CPIM ജില്ലാ സെക്രട്ടറി. 184 ഹോം വോട്ടുകൾ കൗണ്ട് ചെയ്തിട്ടില്ലെന്നും 4 ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നും ഇതെല്ലാം UDFന്റെ വോട്ടുകളാണെന്നും ഇതു സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും TN പ്രതാപൻ. RSSന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും വോട്ട് വേണ്ടെന്ന് താൻ പറഞ്ഞിരുന്നതായും RSSും പോപ്പുലർ ഫ്രണ്ടും SDPയും LDF സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണ നൽകിയെന്നും 1000 തെരഞ്ഞെടുപ്പ് തോറ്റാലും ഇത്തരം പാർട്ടികളുമായി സന്ധിയില്ലെന്നും TN പ്രതാപൻ. തൃശ്ശൂരിൽ BJPയെ തളച്ചെന്ന DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. 46 VIPകൾ തൃശ്ശൂരിൽ വന്നിട്ടും BJPയെ തറപറ്റിച്ചെന്നും ജില്ലയിലെ UDF തോൽവി പരിശോധിക്കുമെന്നും DCC അധ്യക്ഷൻ. പാലക്കാട് UDF ആഹ്ലാദ പ്രകടനത്തിലേക്ക് CPM പ്രവർത്തകരുടെ കല്ലേറ്. പ്രതികളെ പിടിക്കാൻ പോലീസ് CPM ഓഫീസിൽ കയറി. KCക്കായി പാലക്കാട്ടും ഫ്ലക്സുകൾ. റിയൽ ലീഡർ KC നയിച്ചു, കേരളം ജയിച്ചു എന്നും മോഡി. UDFന്റെ വിജയത്തിൽ ചെറുതുരുത്തിയിലും ചേലക്കരയിലെ UR പ്രദീപിന്റെ വിജയത്തിൽ ചേലക്കരയിലും ആഹ്ലാദ പ്രകടനങ്ങൾ. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. മച്ചാട് ഗോപൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വാർത്തകൾ വിശദമായി. പരാജയത്തെ വലിയൊരു തിരിച്ചടിയായാണ് കാണുന്നതെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. പരാജയത്തിൽ കൃത്യമായി പരിശോധന നടത്തുമെന്നും ഏതെല്ലാം കാര്യങ്ങളിലാണ് തിരുത്തൽ വരുത്തേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് ചർച്ച ചെയ്യുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഇത്ര വലിയ തരംഗത്തിലും പാലക്കാട് LDF വോട്ടുകളിൽ ചോർച്ചയുണ്ടായില്ലെന്നും കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചെന്നും CPM ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചു. PK ശശിയുടെ വീരവാദങ്ങളെ ഒറ്റപ്പാലത്തുകാർ നിരാകരിച്ചു. ഇവിടെ പ്രേംകുമാർ ചരിത്ര വിജയം നേടി. ചിറ്റൂരിൽ മുരുകദാസിനെ തോൽപ്പിച്ചത് അപരൻ മുരുകദാസ് നേടിയ വോട്ടുകളാണ്. UDF പ്രവർത്തകർ ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. ഇതിന് പോലീസ് ഉദ്യോഗസ്ഥർ മൗനാനുവാദം നൽകി. 7 സീറ്റ് നേടിയ LDF ഇത്തരത്തിൽ പ്രകടനം നടത്തിയാൽ എന്താവും സ്ഥിതിയെന്ന് ഓർക്കണമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ പൊതുവേ നമ്മുടെ കേരളത്തിൽ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടൊരു വല്ലാത്ത വെറുപ്പാണല്ലോ. അത് നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അത്രത്തോളം ഭയാനകമാണ് BJPയുടെ രാഷ്ട്രീയം രാജ്യത്തും കേരളത്തിലും. ആ കേരളത്തിൽ വല്ലാതെ അങ്ങോട്ട് വലിയ തോതിൽ പരക്കുമോ എന്നുള്ള ഒരു വലിയ വ്യാപകമായ ഭയാനകത നമ്മുടെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് വർദ്ധിച്ചു വരികയാണ്. ആ വർദ്ധിച്ചു വരൽ ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മതരാഷ്ട്രവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുണ്ട്. അത് നന്നായി അവരെ മുതലെടുത്തിട്ടുണ്ട്. കാരണം BJP നിങ്ങളെ ഇപ്പം ശരിപ്പെടുത്തും, അതിനൊന്നും സംരക്ഷിക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് CPMനില്ല എന്ന് അവരുടെ മനസ്സിനകത്തേക്ക് ഇതിനേക്കാൾ ഭയാനമായ ഒരു അന്തരീക്ഷം അവരുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാലക്കാട് മണ്ഡലത്തിലെയും അത് തന്നെയാണ്. അത് ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ BJP വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത പൊതുവെ പാലക്കാട് മണ്ഡലത്തിൽ എടുത്തു എന്ന് തന്നെയാണ് നമ്മളിതിൽ കാണേണ്ടത്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഭാവിയിൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 184 ഹോം വോട്ട് കൗണ്ട് ചെയ്തിട്ടില്ലെന്നും 4 ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നും ഇത് UDFന്റെ വോട്ടാണെന്നും TN പ്രതാപൻ. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ കേസ് കൊടുക്കുമെന്നും TN പ്രതാപൻ പറഞ്ഞു. RSSന്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും വോട്ട് വേണ്ട എന്ന് താൻ പറഞ്ഞിരുന്നതായും RSSും പോപ്പുലർ ഫ്രണ്ടും SDPയും പരസ്യമായി LDFനെ വോട്ട് ചെയ്തെന്നും പ്രതാപൻ പറഞ്ഞു. 1000 തെരഞ്ഞെടുപ്പ് തോറ്റാലും ഇവരുമായി സന്ധിയില്ലെന്നും C രവീന്ദ്രനാഥിന് അഭിനന്ദനങ്ങൾ എന്നുകൂടി പ്രതാപൻ കൂട്ടിച്ചേർത്തു. വെണ്ണ എടുത്ത് കഴിക്കുന്ന ലാളിത്യത്തോടെ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും TN പ്രതാപൻ പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരാണ് അതിന് ഉത്തരവാദികൾ, അല്ലാതെ വോട്ടറല്ല. വോട്ടർ യാതൊരു തരത്തിലുള്ള ഇൻഡിക്കേഷനും അതിനകത്ത് അസാധുവാക്കാനോ മാറ്റിവെക്കാനോ ഇല്ല. പക്ഷേ റിട്ടേണിംഗ് ഓഫീസർ സമ്മതിച്ചില്ല, അത് മാറ്റിവെച്ചു. 184 വോട്ടുണ്ട്. 126 വോട്ടിനാണ് മണലൂരിൽ LDF ജയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കേസ് അന്യായം കൊടുക്കും. ഈ അപരന്മാരെ കൊടുപ്പിച്ചത് BJP-യാ. പ്രണാമൻ എന്ന് പറയുന്നത് തമ്മാങ്ങാടിലുള്ള ഒരു RSS-കാരനെ കൊണ്ടേ കൊടുപ്പിച്ചത്.
ഈ രവീന്ദ്രനും RSS ആണ്. ഈ BJP ഭയങ്കരമായി എല്ലാ ശ്രമവും നടത്തി. ഇനി ഒന്നും ശ്രമിക്കും. അതിനെ കിറ്റ് കൊടുത്തു, സാരി കൊടുത്തു, പണം കൊടുത്തു, അത് നമ്മൾ പിടിച്ചു. പാലക്കാട് UDFന്റെ വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ സോഡാകുപ്പിയും കല്ലുമെറിഞ്ഞ് CPM പ്രവർത്തകർ. കല്ലും കുപ്പിയും എറിഞ്ഞവരെ പിടിക്കാൻ പോലീസ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി. വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജ് ഭാഗത്തു നിന്നും വിജയാഹ്ലാദ പ്രകടനവുമായി നീങ്ങുന്നതിനിടെയാണ് അടുത്തുള്ള CPM ജില്ലാ ഓഫീസിൽ പരിസരത്ത് നിന്നും കല്ലും സോഡാകുപ്പിയും പ്രവർത്തകർക്ക് നേരെ എറിഞ്ഞത്. തുറന്ന ജീപ്പിൽ UDF ഭാരവാഹികൾക്കൊപ്പം സഞ്ചരിച്ച വിജയി രമേശ് പിഷാരടിക്ക് ഏറുകൊള്ളാതെ പ്രവർത്തകർ സംരക്ഷിച്ചു. കല്ലും കുപ്പിയും എറിഞ്ഞവർക്കെതിരെ UDF പ്രവർത്തകരും തിരിഞ്ഞതോടെ പോലീസ് ശക്തമായി ഇടപെടുകയായിരുന്നു. കല്ലെറിഞ്ഞവരെ പിടികൂടാനായി CPM ഓഫീസിൽ കയറിയ പോലീസിനെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MN കൃഷ്ണദാസ് തടഞ്ഞെങ്കിലും CPM പ്രവർത്തകരെ പോലീസ് തല്ലിയോടിച്ചു. പോലീസിന്റെ സമയോചിതമായ ഇടപെടലാണ് ചോരക്കളി ഇല്ലാതാക്കാൻ ഇടയാക്കിയത്. കല്ലെറിഞ്ഞവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ CPM 3-ാം സ്ഥാനത്താണ്. പാലക്കാട് പിടിച്ചെടുക്കാൻ ന്യൂനപക്ഷ വോട്ട് കൂടി ലക്ഷ്യം വെച്ച് സ്വതന്ത്രനെ രംഗത്തിറക്കിയിട്ടും CPMന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞു. പാലക്കാട് ശക്തമായ മത്സരം കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ BJPയെ തറപറ്റിച്ചെന്നും മോദി ഉൾപ്പെടെ 46 VIP-കൾ തൃശൂരിൽ വന്നിട്ടും BJPയെ തറപറ്റിച്ചെന്നും തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തൃശൂർ ജില്ലയിലെ UDFന്റെ തോൽവി പരിശോധിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. സംഭവിച്ചുകൊടുത്ത് എന്തായാലും പരിശോധിക്കാണ്ടിരിക്കില്ല. അല്ല, അതാ പറഞ്ഞത്, ആർക്കാണെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും തിരുത്തേണ്ടതാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തണം. സ്വാഭാവികമായും തോൽവി പറ്റിയ സ്ഥലങ്ങളിലൊക്കെ പാർട്ടിക്ക് അതിൻ്റെ ഒരു നടപടിക്രമമുണ്ട്. പാർട്ടി അന്വേഷിക്കും വേണ്ടതാണ്. KCക്കായി പാലക്കാട്ടും ഫ്ലക്സുകൾ. റിയൽ ലീഡർ KC നയിച്ചു, കേരളം ജയിച്ചു എന്ന വാചകങ്ങളോടെയാണ് പാലക്കാട് 5 വിളക്ക് സമീപം ഫ്ലക്സുകൾ ഉയർന്നത്. UDFന്റെ വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച UDFന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിലും ചേലക്കര നിയോജക മണ്ഡലത്തിൽ UR പ്രദീപിന്റെ വിജയത്തിൽ ചേലക്കരയിലും LDF പ്രവർത്തകർ വിജയാഹ്ലാദം നടത്തി. ഇരിങ്ങാലക്കട കൂടൽമാണിക്യം ക്ഷേത്രം ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. മച്ചാട് ഗോപൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന് ശേഷം ദേവസ്വത്തിന്റെ സ്ഥലമായ മഹാത്മാ ലൈബ്രറിക്ക് സമീപമുള്ള പറമ്പിൽ തളച്ചിരുന്ന ആനയാണ് ഇടഞ്ഞത്. പറമ്പിലെ തെങ്ങിൽ തളച്ചിരുന്ന ആന തെങ്ങ് മറിച്ചിട്ടു. എലഫന്റ് സ്ക്വാഡ് അംഗങ്ങളും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമ ഫലമായി ആനയെ തളയ്ക്കുകയായിരുന്നു. ഇത്തവണത്തെ ഉത്സവത്തിനിടെ ഇത് 3-ാം തവണയാണ് ആന ഇടയുന്നത്. വെള്ളിയാഴ്ച വാഴ്വാടി കാശിനാഥൻ എന്ന ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. അതിന് അടുത്ത ദിവസം ഗുരുവായൂർ ദേവദാസ് എന്ന ആന ഇടഞ്ഞ് പാപ്പാനെ ഓടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്സവത്തിൽ പങ്കെടുക്കാതെ തിരിച്ചു അയച്ചു. തുടർന്നാണ് ചൊവ്വാഴ്ച പുലർച്ചെ മച്ചാട് ഗോപാലിനും ഇടഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വോട്ടെണ്ണൽ ദിവസം തേനൂരിൽ അനധികൃത മദ്യം വിൽപ്പന നടത്തിയ പ്രതിയെ പറളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പ്രതിയെ പിടികൂടിയത്. വോട്ടെണ്ണൽ ദിവസമായ തിങ്കളാഴ്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറളി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷിബു പാപ്പച്ചനും സംഘവും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് പറളി തേനൂർ കൂട്ടാല വീട്ടിൽ സുബ്രഹ്മണ്യന്റെ മകൻ 37 വയസ്സുള്ള രതീഷിനെ പിടികൂടിയത്. രതീഷ് താമസിക്കുന്ന വീടിന് മുൻവശം വിൽപ്പനയ്ക്കായി വെച്ച 12 ലിറ്റർ വിദേശ മദ്യവും 1000 രൂപയും കണ്ടെടുത്തു. അറസ്റ്റ് ചെയ്ത രതീഷിനെ പാലക്കാട് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. റെയ്ഡിനും പ്രതിയെ പിടികൂടുന്നതിനും പറളി എക്സൈസ് റേഞ്ച് പ്രൊവിന്റ് ഓഫീസർ MA പ്രതീഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ N സതീഷ്, CC പ്രദീപ്, R വിഘ്നേഷ്, വനിത സിവിൽ എക്സൈസ് ഓഫീസർ M നിമ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വായനക്കാരെ തേടി പുസ്തകങ്ങൾ എത്തിക്കുന്ന വേറിട്ട മാതൃകയായ പുസ്തകവണ്ടിയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും നേരിട്ടറിയാൻ തൃശൂർ വിമല കോളേജ് വിദ്യാർത്ഥികൾ കോട്ടായിയിലെത്തി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ സ്മാരക വായനശാലയുടെ 10 ദിവസത്തെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായാണ് 1-ാം വർഷ BA മലയാളം വിദ്യാർത്ഥികൾ എത്തിയത്. വായന സംസ്കാരം ഡിജിറ്റൽ യുഗത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ പുസ്തകങ്ങളെ എങ്ങനെ ജനകീയമാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ അജേഷ് മാസ്റ്ററും പുസ്തകവണ്ടിയും. കഴിഞ്ഞ 7 വർഷത്തിനിടെ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുരിശി, കുത്തനൂർ, കുഴൽമന്ദം, മലമ്പുഴ എന്നീ സ്ഥലങ്ങളിൽ 35,000-ഓളം കിലോമീറ്ററുകൾ പിന്നിട്ട് സഞ്ചരിക്കുന്ന ലൈബ്രറി ഗ്രാമീണ മേഖലയിലെ വായനക്കാരിലേക്ക് വിജ്ഞാനം എത്തിക്കുന്ന രീതി വിദ്യാർത്ഥികൾ നേരിട്ട് മനസ്സിലാക്കി. കേവലം പുസ്തക വിതരണത്തിനപ്പുറം ഒരു സാമൂഹ്യ പ്രസ്ഥാനവുമായി വായനശാല എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ച് വായനശാല ഭാരവാഹികൾ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. 10 ദിവസത്തെ ഇന്റേൺഷിപ്പ് കാലയളവിൽ ലൈബ്രറി സയൻസ്, ഡിജിറ്റൽ ലൈബ്രറി മാനേജ്മെൻറ്റ്, ഗ്രാമീണ വായനശാലകളുടെ പ്രവർത്തനങ്ങൾ, പുസ്തകവണ്ടിയുടെ ഏകോപനം എന്നിവയിൽ വിദ്യാർത്ഥികൾ പ്രായോഗിക പരിശീലനം നേടും. ഭാഷാപഠനത്തോടൊപ്പം ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ സർഗാത്മക വികസനത്തിന് സഹായകമാകുമെന്ന് വായനശാല ഭാരവാഹികൾ പറഞ്ഞു. അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ വായനശാല പ്രതിനിധികളും ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പുസ്തകവണ്ടിയുടെ യാത്രയിൽ പങ്കുചേരാനും വായനക്കാരുമായി നേരിട്ട് സംവദിക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടാകും.
ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം പാലക്കാട് യാക്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലമായി പോലീസ് പെൻഷൻകാരോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് നടത്തുന്നതെന്നും സെക്രട്ടറി കെ വി ലാൽ പറഞ്ഞു. സംസ്ഥാനത്ത് നടത്തിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ജീവനക്കാർക്ക് ഉപകാരപ്രദമല്ലെന്ന വ്യക്തതയുണ്ടായിട്ടും പദ്ധതി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. നികുതി ഇളവുകളുടെ സാധനങ്ങൾ ലഭ്യമായിരുന്ന പോലീസ് ക്യാൻറ്റീൻ്റെ പ്രവർത്തനം ഇന്ന് അവതാളത്തിലാണ്. നടത്തിപ്പിലെ സുതാര്യതയില്ലായ്മയാണ് ക്യാൻറ്റീൻ്റെ ആകർഷണമില്ലാതാക്കിയത്. മെഡിസിപ്പ് ഇന്ന് തട്ടിപ്പിൻ്റെ മേഖലയായി മാറി. മെഡിസിപ്പ് ശാസ്ത്രീയമായി ക്രമീകരിക്കാനും സർക്കാർ തയ്യാറാകുന്നില്ല. 75 പിന്നിട്ട വിരമിച്ച ജീവനക്കാർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ആവശ്യവും പെൻഷൻ വെൽഫെയർ ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഇതുവരെ നടപ്പായിട്ടില്ല. പൂർണ്ണ പെൻഷനുള്ള സർവീസ് 20 വർഷമായി കുറയ്ക്കുകയും അപ്പാർട്ട്മെൻറ്റ്സ് പരിഷ്കരിക്കണമെന്നും കെ വി ലാൽ ആവശ്യപ്പെട്ടു. 2004 മുതൽ പെൻഷൻ പരിഷ്കരണ നടപടി വന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒരു മനുഷ്യൻ്റെ മനുഷ്യായുസ്സിൽ മുഴുവനും സർക്കാരിനെ സേവിച്ച്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിലാകുമ്പോൾ 60 വയസ്സ് വരെ അവർ ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു പെൻഷൻ. അത് സർക്കാർ കൊടുത്തിരുന്നതാണ്. അത് 2004 കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 2013 സംസ്ഥാന ഗവൺമെൻറ് പിൻവലിച്ചു. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. ഇപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ പെൻഷൻ എന്ന് പറയുന്നത് പല രീതിയിലാണ് ഇതിന് പോകുന്നത്. അതിനൊരു നിർവചനം കേന്ദ്ര ഗവൺമെൻറ് പോലും പറ്റുന്നില്ല. സുപ്രീം കോടതിയിൽ ആ കേസുകൾ പോകുമ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടും വ്യത്യസ്തമായ നിലപാടുകളാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. പ്രസിഡന്റ് കെ സ്വാമിനാഥൻ, ട്രഷറർ എ കെ യൂസഫ്, വി വി ബാലകൃഷ്ണൻ, കെ ചാമി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരാജയത്തെ വലിയൊരു തിരിച്ചടിയായാണ് കാണുന്നതെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പരാജയത്തിൽ കൃത്യമായി പരിശോധന നടത്തുമെന്നും ഏതെല്ലാം കാര്യങ്ങളിലാണ് തിരുത്തൽ വരുത്തേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യും. ഇത്ര വലിയൊരു തരംഗത്തിലും പാലക്കാട് LDF വോട്ടുകളിൽ ചോർച്ച ഉണ്ടായില്ലെന്നും കോങ്ങാട് മണ്ഡലത്തിൽ BJP UDF-നെ സഹായിച്ചെന്നും CPIM ജില്ലാ സെക്രട്ടറി. 184 ഹോം വോട്ടുകൾ കൗണ്ട് ചെയ്തിട്ടില്ലെന്നും 4 ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നും ഇതെല്ലാം UDF-ന്റെ വോട്ടുകളാണെന്നും ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും TN പ്രതാപൻ. RSS-ന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും വോട്ട് വേണ്ടെന്ന് താൻ പറഞ്ഞിരുന്നതായും RSS-ഉം പോപ്പുലർ ഫ്രണ്ടും SDPIയും LDF സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണ നൽകിയെന്നും 1000 തെരഞ്ഞെടുപ്പ് തോറ്റാലും ഇത്തരം പാർട്ടികളുമായി സന്ധിയില്ലെന്നും TN പ്രതാപൻ. തൃശ്ശൂരിൽ BJP-യെ തളച്ചെന്ന DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. 46 VIP-കൾ തൃശ്ശൂരിൽ വന്നിട്ടും BJP-യെ തറപറ്റിച്ചെന്നും ജില്ലയിലെ UDF തോൽവി പരിശോധിക്കുമെന്നും DCC അധ്യക്ഷൻ. പാലക്കാട് UDF ആഹ്ലാദ പ്രകടനത്തിലേക്ക് CPM പ്രവർത്തകരുടെ കല്ലേറ്. പ്രതികളെ പിടിക്കാൻ പോലീസ് CPM ഓഫീസിൽ കയറി. KC-ക്കായി പാലക്കാട്ടും ഫ്ലക്സുകൾ. റിയൽ ലീഡർ KC നയിച്ചു, കേരളം ജയിച്ചു എന്നും മോഡി. UDF-ന്റെ വിജയത്തിൽ ചെറുതുരുത്തിയിലും ചേലക്കരയിലെ UR പ്രദീപിന്റെ വിജയത്തിൽ ചേലക്കരയിലും ആഹ്ലാദ പ്രകടനങ്ങൾ. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. മച്ചാട് ഗോപൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.